വാസം നാമൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടോ ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടോ
ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ വേർപാട് എപ്പോഴും ദുഃഖകരം. നാം ഏറെ സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിച്ച ഈ പ്രിയ മാതാവിന്റെ വിയോഗം നാം ഏവരെ സംബന്ധിച്ചോളം ഏറെ ദുഃഖകരമാണ്. ഏതാണ്ട് 84 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ സ്നേഹം പകരുവാനും അവരുടെ കൊച്ചുമക്കളെയും മക്കളെയും ഒക്കെ വാത്സല്യം നുകരുവാനും ഒക്കെ ഈ മാതാവിന് പങ്കിട്ടിരിക്കുന്നത്. വേർപാട് ഒരിക്കലും ഒരു അടഞ്ഞ വാതിലില്ല, മറിച്ച് നിദ്രയിലേക്ക് തുറക്കപ്പെടുന്ന വാതിലാണ്. നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് വാങ്ങിപ്പോർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മഹത്തായ പാരമ്പര്യമുള്ള സഭയാണ് നമ്മുടെ സഭ. തീർച്ചയായിട്ടും ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം എല്ലാവരും കടപ്പെട്ടവരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനകളിൽ വാങ്ങിപ്പോയവർ പങ്കെടുക്കുന്നു എന്നുള്ളതും വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഈ മാതാവിന്റെ ദുഃഖത്തില് പടിഞ്ഞാറ്റോർ അസംഖ്യ ഗോഡിയോസ് ജ്ഞാനായ പള്ളിയെ സംബന്ധിച്ചുണ്ട്. ഈ പ്രിയ മാതാവിന്റെ മകളെ ഞങ്ങളുടെ ഈ സംഖ്യ ഗോഡിയോസ് ജ്ഞാനായ പള്ളിയുടെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. ആ കുടുംബത്തിലുണ്ടായ ദുഃഖം ഞങ്ങളുടെ ദേവാലയത്തിന്റെ ദുഃഖമാണ്. പടിഞ്ഞാറ്റോർ അസംഖ്യ ഗോഡിയോസ് ജ്ഞാനായ പള്ളിയുടെ എല്ലാവിധ ദുഃഖവും അനുശോചനവും ചേർക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇടവാംഗം പഞ്ചായത്തംഗം അനീഷ് ഇളകുട്ടൂരിന്റെയും എല്ലാവിധ ദുഃഖവും അനുശോചനം ചേർത്തിപ്പോൾ വീണ്ടും ഇമ്പങ്ങളുടെ പ്രതിനിധിയായി വീണ്ടും നമുക്ക് ഒരുമിക്കാം എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമ്പൂർണ്ണ ും
വേർപാടിൽ ദുഃഖാന്തരായിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളോടും ചേർന്ന് ഇന്ന് നാം ഈ ഭവനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ ദുഃഖത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിൽ ഇടപെടുന്നതിനും ദൈവികമായ സമാധാനത്തിൽ അവരെ നിറയ്ക്കുന്നതിനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതാണ്ട് 8 പതിറ്റാണ്ട് 79 വയസ്സ് 80 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ച് ഈ പ്രിയപ്പെട്ട അമ്മച്ചി ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു യാത്ര പറഞ്ഞ് ഇമ്പങ്ങളുടെ പ്രതീസായിലേക്ക് കടന്നുപോയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വളരെ പ്രത്യാശയോടെ ഈ മാതാവിനെ യാത്ര അയക്കുവാൻ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. വാങ്ങിപ്പോയവരെ കുറിച്ചുള്ള വലിയ പ്രത്യാശ ഇതുപോലെ പഠിപ്പിക്കുന്ന ഒരു സഭ വേറെയില്ല. മരണത്തിനപ്പുറത്തുള്ള ഒരു പ്രത്യാശയെ കുറിച്ച് ഇത്രമാത്രം ആഴത്തിൽ പഠിപ്പിക്കുകയും വിശ്വാസം അർപ്പിക്കുകയും പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു സഭയിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും വാങ്ങിപ്പോയവരെ അനുസ്മരിക്കാവുന്നൊരു പ്രാർത്ഥന നമുക്കില്ല. നമ്മുടെ യാമപ്രാർത്ഥനകളിലും അതുപോലെ തന്നെ നമ്മുടെ ആരാധനയായ വിശുദ്ധ ബലിയിലും വിശുദ്ധ കുർബാനയിലും നമ്മുടെ വാങ്ങിപ്പോയവരെ അനുസ്മരിക്കാത്ത ഒരു പ്രാർത്ഥന നമുക്കില്ല. ആരാധനയുടെ തുടക്കം മുതൽ അവസാനം വരെയും അത്ര വലിയ സാന്നിധ്യമാണ് വാങ്ങിപ്പോയവരുടെ സാന്നിധ്യം. അത് വേദപുസ്തകം നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് നന്നായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വാങ്ങിപ്പോകുന്നവരെല്ലാവരും എവിടെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ മറുപടിയും ദൈവത്തിൽ ആശ്രയിച്ച് ഇവിടെ നിന്ന് വാങ്ങിപ്പോകുന്നവര് എവിടെ? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നമുക്കൊരു സംശയം വേണ്ട. അതൊരു തർക്ക വിഷയമേ അല്ല. കർത്താവ് തന്നെ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് നമ്മുടെ കർത്താവ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് ഇവിടെ നിന്ന് കടന്നു പോകുന്ന വ്യക്തിയുടെ ആത്മാവ് എവിടെ എന്ന ചോദ്യത്തിന് ഒരു പ്രവാചകനോ ഒരു അപ്പോസ്തലനോ ഒരു ശിഷ്യനോ ആരുമല്ല മറുപടി പറഞ്ഞത്. അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവായ ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള കർത്താവ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ്? ഇവിടെ ഇരിക്കുന്നവർക്ക് പറയാം, കർത്താവിൽ ആശ്രയിച്ച് വാങ്ങിപ്പോകുന്നവർ എവിടെയായിരിക്കുന്നു? ഒരു കള്ളൻ കർത്താവിൽ ആശ്രയിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അതിന് കർത്താവ് പറഞ്ഞ മറുപടി നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഇന്ന് നീ എന്നോടുകൂടി. അതാണ് മറുപടി. വലത്ത ഭാഗത്തുള്ള കള്ളനെന്ന് നമ്മള് സൗകര്യാർത്ഥം പറയുന്നുവെങ്കിലും അവൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ചു. അതുവരെ കള്ളനായി അവൻ ആ കുരിശിൽ കിടന്നുകൊണ്ട് ശിക്ഷ അനുഭവിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. ഞാൻ ഈ ക്രൂശ് മരണം അനുഭവിക്കുന്നത് എന്റെ കയ്യിരിപ്പ് കാരണമാണ്. ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് ഞാൻ ഈ വേദന അനുഭവിക്കുന്നത് ഞാൻ ചെയ്ത പാപത്തിന്റെയും ഞാൻ ചെയ്ത അകൃത്യങ്ങളുടെയും ഫലമായിട്ടാണ്. എന്നാൽ എന്നോട് ചേർന്ന് ഈ ക്രൂശിൽ കിടക്കുന്ന പരിശുദ്ധനായ ദൈവം അവൻ നീതിമാനാണ്. അവനെന്തിനു വേണ്ടിയാണ് ഈ കഷ്ടത അനുഭവിക്കുന്നത്? ലോകത്തിന്റെ പാപത്തെ മുഴുവൻ ചുമലിലേറ്റി പാപത്തിന്റെ ശമ്പളമായ മരണം ശിരസാ വഹിച്ച്
കാൽവറിയിൽ ബലിയായി തീർന്ന കർത്താവിനെ കുറിച്ച് അവൻ ചിന്തിച്ചു. അവന്റെ ഉള്ളത്തിലേക്ക് ആഴത്തിൽ വിശ്വാസം കടന്നു വന്നു. ഈ കർത്താവ് പരസ്യ ശുശ്രൂഷ കാലത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അവൻ കള്ളനായിരിക്കുമ്പോഴും യേശുക്രിസ്തു പറഞ്ഞ കാര്യം അവന്റെ കാതുകളിൽ മുഴങ്ങി കേട്ടിരുന്നു. എന്താണ്? മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്നിട്ട് അവൻ വീണ്ടും വരും. തന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ അവൻ രണ്ടാമത് വരുമെന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചതായ പാഠങ്ങൾ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ചിന്തകൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അവസാന നിമിഷത്തേക്ക് അവൻ ഏറ്റുപറഞ്ഞ വിശ്വാസവും പ്രത്യാശയോടെയുള്ളതായ ആ ഏറ്റുപറച്ചിലും നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. യേശുവേ, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ, ഞങ്ങളെ തന്നെ അവൻ പറഞ്ഞത്. അവൻ ഇൻഡിവിജ്വലായിട്ടാണ്, പേഴ്സണലായിട്ടാണ് പറഞ്ഞത്. യേശുവേ, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമെന്നാണ്. നമ്മളത് പറയുമ്പോൾ ബഹുവചനത്തില് നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ കർത്താവേ ഞങ്ങളെ കൂടി ഓർക്കണമേ. ആ ഏറ്റുപറച്ചിൽ കർത്താവ് അംഗീകരിച്ചു. യേശു പറഞ്ഞ മറുപടിയാണ്, ഇന്ന് നീ എന്നോടുകൂടി ഈ അമ്മച്ചിയുടെ ആത്മാവ് കടന്നു ചെന്നിരിക്കുന്നത് ആ പർദീസയാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. പർദീസ എന്നുള്ള വാക്കിന്റെ അർത്ഥം പാരഡൈസ് അഥവാ പർദീസ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സന്തോഷത്തിന്റെ മണവറയുന്ന, ഇമ്പങ്ങളുടെ മണവറയുന്ന. അവിടെ എന്താ ഇല്ലാതെ പാട്ട് പാടിയപ്പോൾ വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ നാട്ടിൽ, രോഗമുണ്ട്, ദുഃഖമുണ്ട് ഈ വീട്ടിൽ. എന്നാൽ രോഗമില്ലാത്തൊരു നാട്, കഷ്ടതയില്ലാത്തൊരു നാട്, കണ്ണുനീരില്ലാത്ത ഒരു നാട് എവിടെയാണ്? വാന ലോകത്തിൽ. അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇതെപ്പോഴാ പറഞ്ഞറിയാമോ? യൗവന പ്രായത്തിൽ. പ്രായമായിട്ടല്ല പറഞ്ഞത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ കാക്ഷിക്കുന്നു. അത് അത്യുത്തമമല്ലോ. ചെറുപ്രായത്തിൽ താൻ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേർന്ന് അപ്പോസ്തലനായ പൗലോസിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ദൈവമുണ്ടാകും. അപ്പോസ്തലനായ പൗലോസിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു ഭാഗ്യ പദവി കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഒന്നാം സ്വർഗം കഴിഞ്ഞ് രണ്ടാം സ്വർഗവും കടന്ന് മൂന്നാം സ്വർഗത്തിലേക്ക് ചെന്ന അപ്പോസ്തലനായ പൗലോസ് ദർശിച്ചതായ ആ സൗഭാഗ്യത്തിന്റെ, ആ സന്തോഷത്തിന്റെ ആഴം ഉൾക്കൊണ്ട പൗലോസ് പറയുകയാണ്, എനിക്ക് ഈ ലോക ജീവിതം വേണ്ട, എനിക്ക് ഈ ലോകവാസം വേണ്ട. അതുകൊണ്ട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ കാക്ഷിക്കുന്നു. ഇന്ന് നമ്മളിലുള്ള യൗവനക്കാരായിട്ടുള്ള എത്ര പേര് പറയും, എനിക്ക് നീ ഇവിടെ ജീവിക്കണ്ടേ, എനിക്ക് അങ്ങനെ തന്നാൽ മതിയോ? നമ്മളൊക്കെ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുകയാണ്. താവേ, ഒരു ദിവസം കൂടെ എനിക്ക് ഇവിടെ ജീവിക്കണം, എനിക്ക് കുറച്ച് നാളുകൂടെ ഇവിടെ ജീവിക്കണം. ആർക്കും വിട്ടുപിരിയാൻ താല്പര്യമില്ല. വിട്ടുപിരിയാൻ താല്പര്യമില്ലാത്തൊരു കൂട്ടിലൂടെ ഉണ്ടാകാൻ കഴിയുമോ? ഈ ലോകത്തെ ആശ്രയിച്ച്, ഈ ലോകത്തിൽ ആശ്രയം വെച്ച്, ഈ ലോകത്തിന്റെ പ്രതാപങ്ങളിൽ ഇമ്പം വെച്ച് ജീവിക്കുന്ന ആളുകൾ, മണ്ണിനെയും കൃഷിയെയും ജോലിയെയും ഒക്കെ സ്നേഹിച്ച് ഇവിടെ തമ്പടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ വിട്ടുപോകാൻ താല്പര്യമില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് വിട്ടുപിരിയാം. ആ ഒരു ചിന്ത എപ്പോഴാണ് വരുന്നത്? മരണത്തിനപ്പുറത്തുള്ള സൗഭാഗ്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, മരണത്തിനപ്പുറത്തുള്ള ഇമ്പങ്ങളുടെ ആനന്ദകരമായ അനുഭവത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വിട്ടുപിരിയണം എന്നുള്ള ചിന്ത. വളരെ പ്രായമായി
മറ്റുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകുമ്പോൾ സുബോധത്തോട് കിടക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കും, കർത്താവേ എന്നെ നീ വിളിച്ചു ചേർക്കണമേ, എനിക്ക് ഈ ലോകത്തിൽ ഇനി ജീവിക്കണ്ട. ഞാൻ അതുപോലെ വേദനയും നിന്ദയും പരിഹാസവും കഷ്ടതയും ഒക്കെ ഞാൻ സഹിച്ചു. എനിക്കിനി എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ മതി. അതൊക്കെ തീരുമാനിക്കുന്നത് ദൈവമാണ്. ഒരു മനുഷ്യന്റെ ആയുസ്സും അതിന്റെ പരിധിയും ഒക്കെ നിശ്ചയിക്കുന്നത് കർത്താവ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കിടക്ക ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിവുണ്ടായി ആ കിടക്കയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും നമ്മുടെ ജീവിതത്തെ അതിനായിട്ട് ക്രമീകരിക്കാനുമുള്ള ഒരു കാലഘട്ടമാണ് ഈ ചെറിയ ആയുസ്. മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന നാളെ മുതൽ തന്നെ അങ്ങോട്ട് ചെല്ലാനായിട്ടുള്ള ഒരുക്കങ്ങളാണ്. തൽക്കാലത്തേക്കൊരു കാലഘട്ടം ചില ദൗത്യ നിർവഹണത്തിന് വേണ്ടി ദൈവം നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു തിരിച്ചറിവാണ് വേണ്ടത്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ മറുനാടുകളിൽ ഉദ്യോഗാർത്ഥം ചില പണസമ്പാദനത്തിനൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് അവർക്ക് അനുവദിച്ചിരിക്കുന്ന കാലം തികയുമ്പോൾ എന്തോ വേണം, തിരിച്ചു വേണം. സർക്കാരിന്റെ ഒരു നിയമമുണ്ട്. സർക്കാരിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത്ര വർഷം വരെ സർക്കാർ ജോലിയിൽ നിന്ന് സർക്കാർ വ്യക്തപ്പെടുത്തിയിരുന്നു. 55 വയസ്സായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ 56, കേന്ദ്ര ഗവൺമെന്റ് 60. ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളുണ്ട്. അപ്പൊ ആ കാലയളവ് കഴിയുമ്പോൾ എന്തോ ചെയ്യണം, റിട്ടയർ ചെയ്യണം. റിട്ടയർമെന്റിലേക്ക് പ്രവേശിക്കണം, ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ചുരുക്കം. നമ്മളെ ഏൽപ്പിച്ചതായ ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ എവിടേക്ക് പ്രവേശിക്കണം? ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം, ഒരു വിശ്രമത്തിലേക്ക് പ്രവേശിക്കണം. ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർമെന്റിലേക്ക് പ്രവേശിക്കുന്നത് പോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആള് വിസയുടെ കാലാവധി കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുന്നത് പോലെ ഈ ഭൂമിയിലെ കൂടാരവാസത്തിന്റെ പരിധി അവസാനിക്കുമ്പോൾ എന്തോ ചെയ്യണം? സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം. ഏതാണ് ഈ സ്വസ്ഥ?